നോവലുകൾ, കഥകൾ, തിരക്കഥകൾ, യാത്രാവിവരണം, ലേഖനങ്ങൾ എന്നു തുടങ്ങി എഴുത്തിന്റെ സർവ്വമേഖലകളിലും എം.ടിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. മലയാള സാഹിത്യത്തിലെ ഹൃദയപക്ഷത്തിന്റെ അക്ഷരമുദ്രയാണ് എം.ടി എന്ന ഈ രണ്ടക്ഷരങ്ങൾ. അക്ഷരാർത്ഥത്തിൽ അക്ഷരചാരിത്രത്തിന്റെ കാവൽക്കാരനായിരുന്നു എം.ടി. വാസുദേവൻ നായർ. മനുഷ്യരുടെ മാനസികാവസ്ഥകളെ കാവ്യാത്മകമായും ഭാവഭദ്രവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നവയായിരുന്നു എം.ടിയുടെ കൃതികളെല്ലാം തന്നെ. നോവലായാലും ചെറുകഥയായാലും ലേഖനമായാലും തലമുറ ഭേദമില്ലാതെ വായനക്കാർ അത് ഏറ്റെടുത്തത് കാലദേശാതീതമായി അത് വായനക്കാരുമായി സംവദിച്ചതിനാലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, പക്ഷെ സൂക്ഷ്മത്തിൽ തിരിച്ചറിയും. കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും തിരിച്ചറിയും, മനുഷ്യനെയും മനുഷ്യ പറ്റില്ലാത്തവരെയും തിരിച്ചറിയും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹം അടുക്കുകയുള്ളൂ. കോളേജ് കാലത്ത് പ്രസിദ്ധീകരിച്ച രക്തം പുരണ്ട മൺതരികളായിരുന്നു ആദ്യ കഥ. വളർത്തുമൃഗങ്ങളെന്ന ചെറുകഥ 1954 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് എം.ടി. വാസുദേവൻ നായർ എന്ന ചെറുകഥാകൃത്ത് മലയാള വായനക്കാരുടെ പൊതുശ്രദ്ധയിലേക്കെത്തിയത്. ലോക കഥാമത്സരത്തിന്റെ ഭാഗമായി മലയാളത്തിൽ മാതൃഭൂമി നടത്തിയ മത്സരത്തിൽ 1ാം സമ്മാനാർഹമായത് വളർത്തുമൃഗങ്ങളായിരുന്നു. ആത്മാംശമുള്ള കഥാപാത്രങ്ങളായിരുന്നു എം.ടിയുടെ കഥകളെ ജീവസുറ്റതാക്കിയത്. 1953 എഴുതിയ വളർത്തുമൃഗങ്ങൾ മുതൽ 1998 എഴുതിയ കാഴ്ച വരെ നീളുന്നു ആ കഥാപ്രപഞ്ചം. പല എഴുത്തുകാരും ഒരു മാസ്റ്റർ പീസ് എഴുതി പിന്നെയുള്ളതൊക്കെ അതിന് താഴെ നിൽക്കുന്ന രചനകളായിരിക്കും. പക്ഷേ എം.ടി അതിന് ഒരു അപവാദമാണ്. എം.ടിയുടെ മാസ്റ്റർ പീസായ 4 കെട്ടിനെ മറികടക്കുകയാണ് ചെയ്യുന്നത് 2ാം ഊഴം എഴുതിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് 2ാം ഊഴത്തെയും മറികടക്കുന്ന മറ്റൊന്ന് വരുമായിരുന്നു. സ്വന്തം നാടായ കൂടല്ലൂരിലെ ജീവിതാനുഭവങ്ങളെയും രീതികളെയും യാഥാർത്ഥ്യ പ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ ജീവസുറ്റതാക്കാനുള്ള ശ്രമമാണ് പല ചെറുകഥകളിലും എം.ടി നടത്തിയത്. ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, ഓപ്പോൾ എം.ടിയുടെ കഥാപരിസരത്തെ മലയാളികൾക്ക് കൂടുതലായി പരിചയപ്പെടുത്തി. ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, ദാറസ്സലാം, പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങി എത്രയോ കഥകൾ. വാനപ്രസ്ഥം, ഷെർലക്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ശിലാലിഖിതം, കൽപ്പാന്തം തുടങ്ങിയ കഥകളെല്ലാം പുറത്തു വന്നത് 90കളിലായിരുന്നു. മിഖായേൽ ഷെളോഖോവിന് ഡോൺ നദി എന്ന പോലെ എം.ടിക്ക് നീള കഥാപരിസരമായി. ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു മലയാളി അവൻ്റെ ഹൃദയം പ്രവർത്തിച്ചതെന്നും ഭാവി തലമുറ ഒരുപക്ഷെ അറിയണമെങ്കിൽ ചരിത്ര പുസ്തകങ്ങളെക്കാൾ ഒരുപക്ഷെ എം.ടിയുടെ സാഹിത്യം തന്നെ വായിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. പാതിരാവും പകൽ വെളിച്ചവും എന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ ഖണ്ഡശയാണ് പ്രസിദ്ധീകരിച്ചത്. പുസ്തകരൂപത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് 1958 പുറത്തുവന്ന 4 കെട്ടായിരുന്നു. അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം ആവിഷ്കരിക്കുന്ന നോവൽ കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായത്തിന്റെയും കൂട്ടുകുടുംബ വ്യവസ്ഥയുടെയും തകർച്ചയും അതുണ്ടാക്കിയ സാമൂഹിക പരിണാമവുമാണ് 4 കെട്ടെന്ന നോവലിൽ ആവിഷ്കരിച്ചത്. പിന്നീട് എഴുതിയ നോവലുകളായ അസുരവിത്തിലും കാലത്തിലും പശ്ചാത്തലമായി തകരുന്ന 4 കെട്ടുകളുണ്ട്. ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്നുള്ള വിമോചനവും സ്വതന്ത്ര വ്യക്തി എന്ന നിലയിലേക്കുള്ള മനുഷ്യന്റെ വികാസവുമാണ് അതിന്റെ എല്ലാം അന്തർധാരയായി നീങ്ങുന്നത്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച 2ാം ഊഴം മലയാളത്തിലെ ക്ലാസിക് നോവലാണ്. അതിശക്തനായ ഒരു വ്യക്തി അയാളുടെ മാനസിക വ്യാപാരത്തിൽ പലപ്പോഴും ദുർബലനായി പോകാൻ വിധിക്കപ്പെടുന്നത് വായനക്കാരൻ വേദനയോടെ വായിച്ചറിയുന്നുണ്ട് 2ാം ഊഴത്തിൽ. കാലം, മഞ്ഞ്, വിലാപയാത്ര, വാരണാസി തുടങ്ങി എത്രയോ ശ്രദ്ധേയമായ നോവലുകൾ എം.ടിയുടെ തൂലികയിൽ പിറന്നു. വള്ളുവനാടൻ ഭാഷയും സംസ്കാരവും മലയാള സാഹിത്യത്തിന് എം.ടി കൃതികളിലൂടെയാണ് മലയാളി അനുഭവിച്ചറിഞ്ഞത്. എഴുത്തിൽ ആത്മസമർപ്പണത്തിന്റെ രീതിയായിരുന്നു എം.ടിയുടേത്. വ്യത്യസ്തമായ വിഷയങ്ങളെപ്പറ്റി നിരവധി ലേഖനങ്ങൾ എം.ടിയുടേതായിട്ടുണ്ട്. ഹൃദ്യമനോഹരമായ ഭാഷയിൽ സുവ്യക്തമായ നിലപാടുകളാണ് എം.ടി തന്റെ ലേഖനങ്ങളിൽ പറഞ്ഞത്. ലോകസാഹിത്യത്തിലേക്കുള്ള വാതായനങ്ങളായിരുന്നു കിളിവാതിലിലൂടെ എന്ന ലേഖന സമാഹാരം. എഴുത്തിന്റെ ആന്തരിക ലോകത്തു നിന്ന് വായനയുടെ അനന്തമായ ലോകത്തേക്കുള്ള എഴുത്തുകാരന്റെ സഞ്ചാരമായിരുന്നു അത്. യാത്രാവിവരണങ്ങളിലും എം.ടി പല ദേശങ്ങളിലെ മനുഷ്യനെയും അവന്റെ ജീവിതങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. കണ്ണീരും ചോരയും വിലാപവും ഉറഞ്ഞുകിടക്കുന്ന ദേശങ്ങളുടെ കഥകൾ എം.ടിയുടെ യാത്രകളെന്ന കൃതിയിൽ പറഞ്ഞു. ഒരു കൃതി താൻ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചു കളയുമെന്നായിരുന്നു എം.ടി പറഞ്ഞിരുന്നത്. അത് എഴുത്തിനോടുള്ള ആത്മാർത്ഥത എം.ടിയുടെ എത്രത്തോളമായിരുന്നുവെന്നതിന്റെ തെളിവുമാണ്. റിസർച്ച് ഡെസ്ക് 24.